ഇടുക്കി മൂലമറ്റത്ത് യുവാവിനെ വെടിവെച്ച് കൊന്നു. ബസ് ജീവനക്കാരനായ കീരിത്തോട് സ്വദേശി സനൽ ബാബുവാണ് കൊല്ലപ്പെട്ടത്. സനൽ ബാബുവിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെടിയുതിർത്ത മൂലമറ്റം സ്വദേശി ഫിലിപ്പ് മാർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടുകടയിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഫിലിപ്പ് മാർട്ടിൻ ആക്രമണം നടത്തിയത്. സാഗർ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സാഗർ, എന്താണ് സംഭവിച്ചത്? ഈ ഭക്ഷണത്തെ ചൊല്ലി ആരംഭിച്ച തർക്കം അത് വാക്കേറ്റത്തിലും കൊലപാതകത്തിലും അവസാനിക്കുകയായിരുന്നു. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ രാത്രിയാണ് തൊടുപുഴയ്ക്കടുത്ത് മൂലമറ്റത്ത് ഇത്തരത്തിലൊരു വെടിവയ്പ് ഉണ്ടായത്. തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നമ്മോട് പറയുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ മൂലമറ്റം സ്വദേശി ഫിലിപ്പ് മാർട്ടിനാണ് യുവാവിനെ വെടിവെച്ച് കൊന്നത്. ഇടുക്കി കീരിത്തോട് സ്വദേശി സനൽ ബാബു എന്ന ആളാണ് മരിച്ചത്. ഇവർ ഭക്ഷണം കഴിക്കുവാനായി എത്തിയിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ തട്ടുകടയിൽ എത്തിയ ശേഷം തട്ടുകടയിലുള്ളവരും പ്രദേശവാസികളും മരിച്ച സനലും വെടിവെച്ച ഫിലിപ്പ് മാർട്ടിനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതേ തുടർന്ന് കടയിൽ നിന്ന് വാക്കുതർക്കം ഉണ്ടായ ശേഷം ഫിലിപ്പ് മാർട്ടിൻ വീട്ടിൽ പോയി ഒരു തോക്കെടുത്തുകൊണ്ട് വന്ന് വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിൽ പിന്നീട് തുടർന്ന് റോഡിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. ഇതേ തുടർന്നാണ് വീട്ടിലെത്തി നാടൻ തോക്കെടുത്തുകൊണ്ട് വന്ന് ഫിലിപ്പ് മാർട്ടിൻ ആകാശത്തേക്ക് 2 തവണ വെടിവെച്ചു. തുടർന്നാണ് അവിടെ നിന്നിരുന്ന ആൾക്കൂട്ടത്തിന് നേരെ വെടിവെച്ചത്. ഇതിനിടയിലാണ് ബൈക്കിൽ എത്തി സനലിന്റെ തലയുടെ പുറകിൽ വെടിയേറ്റത്. സനലിന്റെ കൂടെ ഗുരുതര പരിക്കുകളോടെ തന്നെ കോളഞ്ചേരി കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി രാത്രി തന്നെ ഫിലിപ്പ് മാർട്ടിനെ കസ്റ്റഡിയിലെടുത്തു. ഇവിടെ ഈ പ്രദേശത്ത് ഫിലിപ്പ് മാർട്ടിൻ ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി പറയപ്പെടുന്നുണ്ട്. എന്തായാലും വീട്ടിൽ നിന്ന് നാടൻ തോക്കും എടുത്തുകൊണ്ട് വന്ന് റോഡിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇടുക്കിയിലാണ് ഈ സംഭവം ഉണ്ടായത്. തട്ടുകടയിലുണ്ടായ തർക്കത്തിനിടെ, ഭക്ഷണത്തെ ചൊല്ലേണ്ട തർക്കത്തിനിടെ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടാവുകയും ഒരാൾ മരിക്കുകയുമായിരുന്നു. ഏതായാലും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത, രാജ്യത്ത് കുതിച്ചുയർന്ന് ഇന്ധനവില. പെട്രോൾ ലിറ്ററിന് 55 പൈസയും ഡീസലിന് 58 പൈസയും വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 5ാം തവണയും തുടർച്ചയായ 3ാം ദിവസവുമാണ് ഇന്ധനവില കൂടുന്നത്. 6 ദിവസം കൊണ്ട് പെട്രോളിന് 4 രൂപ 3 പൈസയും ഡീസലിന് 3 രൂപ 88 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോളിന് 108 രൂപ 20 പൈസയും ഡീസലിന് 95 രൂപ 3 പൈസയും ആയി. സ്വകാര്യ ബസ് സമരം ഇന്ന് 4ാം ദിവസമാണ്. നിരക്ക് വർധനവ് നടപ്പിലാക്കാതെ സമരം പിൻവലിക്കില്ലെന്ന് ഉള്ള നിലപാടിലാണ് ബസ് ഉടമകൾ. സർക്കാരിന് പിടിവാശിയാണെന്നും സമരക്കാർ ആരോപിക്കുന്നു. സമരത്തിന് പിന്നിൽ സംഘടനാ നേതാക്കളുടെ സ്ഥാപിത താൽപര്യങ്ങളാണെന്നാണ് മന്ത്രി ആന്റണി രാജുവിന്റെ മറുപടി. ഈ മാസം 30-ന് ഇടതുമുന്നണി യോഗം ചേർന്ന് നിരക്ക് വർധന ചർച്ച ചെയ്ത് തീരുമാനിക്കും. സ്വകാര്യ ബസ് സമരം തുടങ്ങിയ ശേഷം KSRTCയുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. സ്വത്ത് വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ. ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. പിതാവ് നൽകിയ സ്ഥലത്ത് ലോണെടുത്താണ് വീട് നിർമ്മിച്ചത്. തന്റെ കാലശേഷം സകല സമ്പാദ്യങ്ങളും കരുണാ പാലിയേറ്റീവിന് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിൽവർ ലൈൻ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയ ശേഷം എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. സമരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന ഉണ്ടെന്ന ആരോപണം മന്ത്രി ആവർത്തിച്ചു. ഇത്രയും ദീർഘകാലത്തിന്റെ പൊതുപ്രവർത്തനയിൽ ഒരുത്തിന്റെ ഒരു കടിഞ്ചായ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നില്ല. അത് ഞാൻ തീർച്ചു. എന്റെ സകല സമ്പാദ്യവും എന്റെ ഭാര്യയുടെ പേരുടെ സമ്പാദ്യവും എത്രയുണ്ടോ അതെല്ലാം ഞാൻ ചെയർമാനായ കരുണാ പാലിയേറ്റീവിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനത് ലോകത്തോട് പറഞ്ഞില്ല, കാരണം എനിക്ക് അതിൽ ക്രെഡിറ്റൊന്നും വേണം. ഞാൻ ജനിച്ചത് നല്ല 1ാം തരം ഒരു സാമ്പത്തിക അടിത്തറ കുടുംബത്തിലാണ്. എന്റെ അടിത്തറയുള്ള സാമ്പത്തിക അടിത്തറ കുടുംബത്തിൽ നിന്ന് എനിക്കിതിനും ആവശ്യമില്ല. എന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഞാൻ വിചാരിച്ചതിനപ്പുറം എന്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും. എന്നെ എത്ര പേരും ചീത്ത വിളിച്ചോളാം, പക്ഷെ കരുണയൊന്നും പറയരുത്. കാരണം അതേ തൊട്ടവനൊന്നും പിന്നെ രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ഉറപ്പിച്ചാൽ പറയാം, അതൊരു എന്താ പറയുന്നത്, ഒരു ദൈവികമായ നിമിത്തമാണ്. അത് നടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. ഈ 20 ഏക്കറോളം സ്ഥലവും നിലവുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് പ്രസ്ഥാനം അങ്ങനെയാണെങ്കിൽ അതിനൊരു സത്യത്തിന്റെ മുഖമുള്ളത് കൊണ്ടാണ്, അതിൽ 1 രൂപയുടെ അനാവശ്യമായ ചെലവില്ലാത്തതുകൊണ്ടാണ് ഇത്രയും സ്വത്തുണ്ടായത്. സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ആഹ്വാനം ചെയ്ത 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തൊഴിൽ നയത്തിനെതിരെയാണ് ദേശീയ തലത്തിൽ ദ്വിദിന പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്.
വിവിധ തൊഴിലാളി സംഘടനകളും സ്വതന്ത്ര ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളുടെ സംയുക്ത വേദിയും സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലെ സർക്കാർ നിക്ഷേപം വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം ഉയർത്തുക, കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ശേഷം സംയുക്ത കിസാൻ മോർച്ച സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കുക, തൊഴിൽ കോഡ് റദ്ദാക്കുക, അവശ്യ പ്രതിരോധ സേവന നിയമം പിൻവലിക്കുക, സ്വകാര്യവൽക്കരണവും സർക്കാർ ആസ്തി വിറ്റഴിക്കൽ പദ്ധതിയും നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വ്യവസായ മേഖല, വൈദ്യുതി, കൽക്കരി, ബാങ്ക്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, തുറമുഖങ്ങൾ, നിർമ്മാണം, അസംഘടിത മേഖല തുടങ്ങിയ രംഗങ്ങളിലെയെല്ലാം തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകും. റെയിൽവേ ജീവനക്കാർ പണിമുടക്കുന്നുണ്ടെങ്കിലും ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടേക്കില്ല. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കരുതെന്ന് സംഘടനകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആശുപത്രി, ആംബുലൻസ് സർവീസ്, പത്രം, പാൽ, എയർപോർട്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങി അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരം കോഴക്കേസിൽ അന്വേഷണം എങ്ങും എത്തിയില്ല. സംഭവം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേസിലെ സാക്ഷിയായ കെ സുന്ദര. മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലുമായി മാസങ്ങൾക്ക് മുൻപ് സജീവമായിരുന്ന കേസാണ് ഇപ്പോൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായത്. കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇതുമൂലം ജീവിതം പ്രതിസന്ധിയിലാണെന്ന് കേസിലെ സാക്ഷിയായ സുന്ദര പറയുന്നു. കേസിന്റെ ഗതി എന്താകുമെന്ന് പോലും നിശ്ചയമില്ല. സുന്ദരയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസുകാരെയും പിൻവലിച്ചിരുന്നു. 460 വോട്ട് പിടിച്ചിട്ട് ഈ 467 നടന്ന വലിയ സംഖ്യയായി, 89 ചെറുതായി നിറഞ്ഞിട്ട് സുരേന്ദ്ര തോറ്റ് എന്നെ പറ്റിയതായിരിക്കും ബുദ്ധിമുട്ടാവാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ സുരേന്ദ്രനൊക്കെ ഞാൻ ചെയ്തു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനായി 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്ന വെളിപ്പെടുത്തലിൽ കെ സുരേന്ദ്രനടക്കമുള്ള 7 BJP പ്രവർത്തകർക്കെതിരെയാണ് കേസ്. കേസിന്റെ നടത്തിപ്പിനായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും നിയമിച്ചിരുന്നു. വിവാദമായ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്കോടെ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് BJP ജില്ലാ നേതൃത്വത്തിനെതിരെ വീണ്ടും പരസ്യ പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് രവീഷ് തന്ത്രി കുണ്ടാർ നയിച്ച സിൽവർ ലൈൻ വിരുദ്ധ പദയാത്രയുടെ സമാപന വേദിയിൽ ഒരു വിഭാഗം പ്രവർത്തകർ പ്ലക്കാർഡുകളുമായി എത്തി. കുമ്പള പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തിനായി CPM-മായി ധാരണയുണ്ടാക്കിയ നേതാക്കളെ പുറത്താക്കണം എന്നാണ് ആവശ്യം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ സമാപിച്ചു. 23ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് CC അംഗീകരിച്ചു. PB തയ്യാറാക്കിയ കരട് റിപ്പോർട്ടിൽ ചർച്ച പൂർത്തിയാക്കിയ ശേഷമാണ് അംഗീകരിച്ചത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം സംഘടനാ തലത്തിൽ പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും ഇടപെട്ട സമരങ്ങൾ ഉൾപ്പെടെയുള്ളവ വിശദമായി അവലോകനം ചെയ്യുന്നതാണ് രേഖ. കേരളത്തിൽ സംഘടനാ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് കരടിലെ വിലയിരുത്തൽ. കർഷക പ്രക്ഷോഭത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭ വഹിച്ച പങ്കിനെയും റിപ്പോർട്ടിൽ അഭിനന്ദിക്കുന്നുണ്ട്. കേന്ദ്ര സെക്രട്ടേറിയറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരുന്നതും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ പാർട്ടി കോൺഗ്രസിലാകും അന്തിമ തീരുമാനം. 771 കോടിയുടെ വികസന പദ്ധതികളുമായി കേരള സർവകലാശാല. കാര്യവട്ടം ക്യാമ്പസിലെ സംസ്ഥാനത്തെ മികച്ച ക്യാമ്പസാക്കാനുള്ള പദ്ധതികൾ ഉൾപ്പെടുന്നതാണ് സർവകലാശാലയുടെ ഇത്തവണത്തെ ബജറ്റ്. കാര്യവട്ടത്ത് കാർബൺ ഫ്രീ ഹരിത ക്യാമ്പസ്, നവോത്ഥാന വീഥി എന്നിവയ്ക്കായി 4 കോടിയുടെ പദ്ധതികളാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ക്യാമ്പസിന്റെ നടുവിലൂടെയുള്ള പാത നവോത്ഥാന വീഥിയാക്കി മാറ്റും. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്നിവരുടെ ശില്പങ്ങൾ ഇവിടെ സ്ഥാപിക്കും. ഒപ്പം കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ആലേഖനം ചെയ്യും. പുതിയ മൂല്യനിർണ്ണയ സംവിധാനത്തിന് 2 കോടിയുടെ പ്രത്യേക സെന്റർ സ്ഥാപിക്കും. ലൈബ്രറി, ലബോറട്ടറി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പ്രത്യേക ഫണ്ട്, കിഫ്ബി ഫണ്ട് തുടങ്ങിയവ ഉപയോഗപ്പെടുത്തിയാവും വികസന പദ്ധതികൾ നടപ്പാക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. ലക്ഷദ്വീപിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. പാട്ടത്തിന് കൊടുത്ത സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച ഷെഡുകൾ പൊളിച്ചു നീക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരായ ഹർജിയിലാണ് നിർദ്ദേശം. നിർമ്മിതികൾ സുരക്ഷാ ഭീഷണിയുണ്ടാക്കുന്നു എന്ന ആരോപണം സംബന്ധിച്ച് ലക്ഷദ്വീപ് ഭരണകൂടം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഹൈക്കോടതിയിൽ ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ച് അടിയന്തര സിറ്റിംഗ് നടത്തിയാണ് ഹർജി പരിഗണിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനു കീഴിൽ മാലിന്യം ശേഖരിക്കുന്ന ദിവസവേതന തൊഴിലാളികളെ അകാരണമായി പിരിച്ചുവിട്ടതായി പരാതി. കുറഞ്ഞ ശമ്പളം നൽകി കബളിപ്പിച്ചു എന്ന പരാതി മേയർക്ക് നൽകിയതിന്റെ പ്രതികാരമായാണ് പിരിച്ചുവിടലെന്നാണ് ആരോപണം. എന്നാൽ മാലിന്യം ശേഖരിക്കൽ പൂർണ്ണമായും കുടുംബശ്രീയെ ഏൽപ്പിക്കാനായാണ് തീരുമാനമെന്ന് മേയർ വിശദീകരിച്ചു.
പേട്ട കോർപ്പറേഷൻ വാർഡ് പരിധിയിലെ വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നവരാണിവർ. രാവിലെ 4-ന് തുടങ്ങുന്ന ജോലി 10 മണിക്കാണ് അവസാനിക്കുന്നത്. ഈ ജോലിക്കായി ഇവരെ കരാറുകാരൻ നിയമിച്ചത് 10,000 രൂപ ശമ്പളം ഉറപ്പ് നൽകിയാണ്. എന്നാൽ കഴിഞ്ഞ മാസം വരെ ഇവർക്ക് ലഭിച്ചത് 3,000 രൂപയിൽ താഴെ മാത്രം. ഏജന്റിന് വിന്നിന്റെ പൈസ കൊടുക്കണം, പ്ലാസ്റ്റിക്കിന്റെ പൈസ കൊടുക്കണം, അയാളുടെ ശമ്പളം കൊടുക്കണം, അയാളുടെ കൂടെ വരുന്നവരുടെ ശമ്പളം കൊടുക്കണം, ലോറിക്കാരന് കാശ് കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾ വെളുപ്പാൻ രാവിലെ 4 മണിക്ക് എഴിച്ച് തീട്ടം വാരി ഞങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ഇവർക്ക് 5 പേർക്ക് പൈസ കൊടുക്കണം. ഞങ്ങൾക്ക് പൈസ ഇല്ല. നമ്മൾ ജോലി ചെയ്യാൻ നമുക്ക് പൈസ കിട്ടും, വീട്ടു വാടക കൊടുക്കണം, ചെലവുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഒടുവിൽ ഗതികെട്ട് മേയറെ കണ്ട് ഇവർ പരാതി നൽകി. ഇതോടെ ഉള്ള ജോലിയും പോയി. കരാർ റദ്ദാക്കിയെന്നും ഈ മാസം മാത്രമേ ജോലി ഉണ്ടാകൂ എന്നും കോർപ്പറേഷനിൽ നിന്ന് അറിയിച്ചു. 31-ാം തീയതി വരെ നിങ്ങൾ ജോലി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഞങ്ങൾ ചെയ്യുന്നത് ഹരിതവർമ്മ കോർപ്പറേഷന്റെ ഹരിതവർമ്മയുടെ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ വേറെ ഒരു ജോലിയും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങൾ വേറെ ഒരു അഡ്രസ്സിലും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ശമ്പളമില്ല. ഇത് ഞങ്ങൾ ആരോട് പറയും? ഇനി ഞങ്ങൾ ആരോട് പോയി പറയണം? 23,000 രൂപ പിരിച്ച് കൊണ്ടുകൊടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്നത് 6,740 രൂപ ഞങ്ങൾക്ക് ശമ്പളം തന്നെ 2 പേർക്കൂടെ. ഞങ്ങൾ എങ്ങനെ ഒരു വീട് ഞങ്ങളുടെ കുടുംബം കഴിയും? ഞങ്ങൾ ഭൂരിഭാഗം വരുന്ന പ്രായം ചെന്ന സ്ത്രീകളായ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് മാറി. മാലിന്യ ശേഖരണം കുടുംബശ്രീയെ ഏൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കരാർ റദ്ദാക്കിയതെന്നാണ് മേയറുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ആദിവാസി വിഭാഗത്തിനിടയിൽ മാതൃ ശിശുമരണം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ അട്ടപ്പാടിയിൽ പ്രത്യേക ആരോഗ്യ പരിരക്ഷാ പദ്ധതിക്ക് തുടക്കം. ആദിവാസി നവദമ്പതികളിൽ പരിശോധന നടത്തി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതി. അടുത്തിടെ മാതൃശിശുമരണങ്ങൾ കൂടുതലായി നടന്ന അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരോഗ്യ പരിരക്ഷ പദ്ധതി ആരംഭിച്ചത്. ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ വയലൂർ ഊരിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുക. ശിശു മാതൃമരണങ്ങൾ കുറയ്ക്കുക, പ്രാഥമികാരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക, ബോധവൽക്കരണവും ആരോഗ്യ ശുചിത്വ നിലവാരവും ഉയർത്തുക, അന്ധവിശ്വാസങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഇല്ലാതാക്കുക, സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യം. ഷോളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി രാമമൂർത്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയും അതുപോലെ എല്ലാ ഭാഗത്തുമുള്ള ആദിവാസികളുടെ ശിശുമരണത്തെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 2 ഘട്ടമായി നടത്തുന്ന പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ ആദിവാസി വിഭാഗങ്ങളിലെ നവവധുക്കളെ കണ്ടെത്തി അരിവാൾ രോഗം, തൈറോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ പരിശോധനകൾ നടത്തും. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുന്നതിലൂടെ ജനിതക വൈകല്യമുള്ള കുട്ടികളുടെ മരണം കുറയ്ക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ശിശുമരണവും മാതൃമരണവും തടയുക, അതോടൊപ്പം തന്നെ സബ് സെൻറ്റർ തലത്തിലുള്ള ഫീൽഡ് ആക്ടിവിറ്റീസ് ഊർജിതമാക്കുക. അങ്ങനെ ഇതെല്ലാം പരിപോഷിച്ചുകൊണ്ട് അട്ടപ്പാടിയിൽ ശിശുമരണമില്ലാത്ത, മാതൃമരണമില്ലാത്ത, പോഷകാഹാരക്കുറവില്ലാത്തൊരു അട്ടപ്പാടിയെ കെട്ടിപ്പടുക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ബൃഹത്തായ ലക്ഷ്യം. രക്തപരിശോധനാ റിപ്പോർട്ടുകൾ അടങ്ങിയ ഹെൽത്ത് റെക്കോർഡുകൾ ഇ-ഹെൽത്ത് സേവനം മുഖേന കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. 2ാം ഘട്ടമായി ആദിവാസി ഊരുകളിൽ കൗമാരപ്രായത്തിലുള്ളവർക്ക് പ്രത്യേക സ്ക്രീനിംഗ് പരിപാടി തുടങ്ങും. ന്യൂസ് 18 പാലക്കാട്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക ഇതുവരെ നൽകിയില്ല. അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതോടെ പ്രതിസന്ധിയിലാണ്. മുഴുവൻ തുകയും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി സംസ്ഥാനത്ത് സന്നദ്ധ സംഘടനകളുടെ കീഴിൽ 280 സ്പെഷ്യൽ സ്കൂളുകളാണുള്ളത്. അധ്യാപകരും അനധ്യാപകരുമടക്കം 5000-ഓളം ജീവനക്കാർ. കഴിഞ്ഞ ബജറ്റിൽ സ്കൂളുകൾക്ക് സ്പെഷ്യൽ പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും 1 രൂപ പോലും കിട്ടിയിട്ടില്ല. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31-ന് മുമ്പ് 40 കോടി രൂപയെങ്കിലും അനുവദിക്കണമെന്നാണ് ആവശ്യം. നിലവിൽ 22.5 കോടി രൂപ അനുവദിച്ചിട്ടുള്ള നടപടികളാണ് പൂർത്തിയായിട്ടുള്ളത്. ഈ തുക മതിയാകില്ലെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. 12 മാസവും ഈ കാലങ്ങളിൽ ഓഫ്ലൈനായും ഓൺലൈനായും കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകി. ഈ കുഞ്ഞുങ്ങളുടെ സ്ഥാപനങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം. ഈ കുഞ്ഞുങ്ങളുടെ മലമൂത്ര വിസർജനം എടുക്കണം, ഈ കുഞ്ഞുങ്ങളെ പല്ല് തേപ്പിക്കണം, ഡ്രസ്സ് ഇടിക്കാൻ പഠിപ്പിക്കണം തുടങ്ങി
പ്രാഥമിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരെ പഠിപ്പിക്കുക. അക്കാഡമിക്സിനേക്കാൾ സ്കിൽ ട്രെയിനിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. പ്രഖ്യാപിച്ച മുഴുവൻ തുകയും നൽകണമെന്നാവശ്യപ്പെട്ട് 6 സംഘടനകളടങ്ങുന്ന സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ഈ ഫണ്ട് ലഭിക്കുമെന്ന് കരുതി ഞങ്ങളെ ആശിപ്പിച്ച് ഈ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ ഇതേ നൽകൂ എന്ന് പറയുന്നതിനോട് ഒരു വിധത്തിലും ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന 6 സംഘടനകളുടെ നേതൃത്വത്തിൽ 30-ാം തീയതി DPA കേന്ദ്രത്തിന് മുമ്പിൽ ഞങ്ങൾ സമര നടപടികളിൽ ഒരു സൂചന എന്ന നിലയിൽ സമര നടപടികൾ ആരംഭിക്കുക. അതേസമയം 40 കോടി രൂപയും സ്കൂളുകൾക്ക് ലഭ്യമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഖനീഷ് പറഞ്ഞു. തുക അനുവദിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിജോ ബിജോൺ, ന്യൂസ് 18 കൊച്ചി. വയനാട് ജില്ലാ കളക്ടർ A. ഗീത നളചരിതത്തിലെ ദമയന്തിയായി ആട്ടവിളക്കിന് മുന്നിൽ അരങ്ങേറി. വയനാട് വള്ളിയൂർക്കാവിലെ ഉത്സവവേദിക്ക് വേറിട്ട അനുഭവമായി കളക്ടറുടെ കഥകളി. ആട്ടക്കഥകളിൽ പ്രധാനപ്പെട്ട നളചരിതം 1-ാം ദിവസമാണ് ഗീതയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത്. കണ്ണുകളിൽ ഭാവങ്ങളുടെ തിരയിളക്കം, മുഖത്ത് മിന്നിമായുന്ന നവരസങ്ങൾ. നളചരിതം 1-ാം ദിവസം ആട്ടക്കഥയിൽ ഉദ്യാനത്തിൽ തോഴിമാരുമായി സല്ലപിക്കുന്ന ദമയന്തിയായി വയനാട് ജില്ലാ കളക്ടർ A. ഗീത. അരങ്ങേറ്റത്തിന്റെ ആശങ്കകളില്ലാതെയായിരുന്നു A. ഗീത ദമയന്തിയെ അവതരിപ്പിച്ചത്. കഥയാടിത്തീർന്നപ്പോൾ സദസ്സിലും നിറഞ്ഞ കരഘോഷം. തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനാലാണ് ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി കളക്ടർ കഥകളി അഭ്യസിച്ചത്. കഥകളി ആചാര്യനായ കോട്ടയ്ക്കൽ CM ഉണ്ണികൃഷ്ണനാണ് ഗുരു. ആക്ച്വലി ഇതെന്റെ പാഷനാണ്. സോ അതുകൊണ്ട് എന്റെ മനസ്സിലെന്നും കാണും. പക്ഷെ നമ്മുടെ ജോലി തിരക്കുകൾ കുറച്ച് അധികമായതുകൊണ്ട് അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. എന്നാലും കിട്ടി ഈ അവസരം ഞാൻ ഏതായാലും അത് കോട്ടയ്ക്കാരി. ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസറായി വിരമിച്ച സുഭദ്ര നായരും മീനങ്ങാടി മണ്ണ് സംരക്ഷണ ഓഫീസിലെ ജീവനക്കാരി രതി സുധീറും ഒപ്പം ചേർന്നതോടെയാണ് കളക്ടറുടെ കഥകളി സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചത്. ഇവർക്ക് പുറമെ കോട്ടയ്ക്കൽ CM ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ ഹരിദാസ്, രമ്യ കൃഷ്ണ എന്നിവരും ജില്ലാ കളക്ടർക്കൊപ്പം അരങ്ങിലെത്തി. MLA-മാരായ OR കേളു, T. സിദ്ദിഖ് തുടങ്ങിയ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള നാനാതുറകളിലുള്ളവർ കഥകളി കാണാനെത്തിയിരുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് മലപ്പുറത്തെ വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഇതിന്റെ ഭാഗമായുള്ള രാത്രികാല കോർണർ ക്ലാസുകൾ പുരോഗമിക്കുകയാണ്. ക്ലാസിന്റെ ഫലം റിസൾട്ടിൽ കാണുമെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. എല്ലാവർക്കും ഉപരിപഠനത്തിന് യോഗ്യത ഉറപ്പാക്കണമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര പരിശീലന ക്ലാസുകളാണ് വണ്ടൂരിൽ പുരോഗമിക്കുന്നത്. എയിം 2022 എന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മലിന്റെ ദീർഘവീക്ഷണത്തിൽ പിറന്നതാണ്. വണ്ടൂർ ഡിവിഷനിലെ 5 ഹൈസ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 260ഓളം കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ. കുട്ടികൾക്ക് താരതമ്യേന പ്രയാസമുള്ള 6 വിഷയങ്ങൾ വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒറ്റ പുസ്തകം തയ്യാറാക്കി വിതരണം ചെയ്തു. ഈ പുസ്തകം ഉപയോഗിച്ചുള്ള പരിശീലനം വിദ്യാലയങ്ങളും വീടുകളും കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്നു. ഡിവിഷനിലെ 3 പഞ്ചായത്തുകളിലായി 5 ഇടങ്ങളിലായാണ് രാത്രികാല കോർണർ ക്ലാസുകൾ പുരോഗമിക്കുന്നത്. 6 മണി മുതൽ 9 മണി വരെ ഒരു ദിവസം ഒരു വിഷയം എന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നവരാകട്ടെ സംസ്ഥാനതലം വരെ അറിയപ്പെടുന്ന വിദഗ്ധ അധ്യാപകരും. 50,000 രൂപ ചെലവ് വരുന്ന പദ്ധതി KT അജ്മൽ സ്വന്തം നിലയ്ക്കാണ് നടപ്പാക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം.